ഈ യാത്രക്കിടയിൽ പ്രധാനമാണ് ഭക്ഷണം. ഇന്ന് നമ്മൾ കോട്ടയത്ത് നിന്നാണ് ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. കുഴിമന്തി പ്രേമികൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു ഐറ്റം വന്നിട്ടുണ്ട്. സാധാരണ മന്തി റൈസിന് പകരം സുർബിയാൻ റൈസ് കിട്ടുന്ന കോട്ടയത്തെ ഒരു ഹോട്ടലിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. മണിപ്പുഴയിലുള്ള ഫർസി എന്ന റെസ്റ്റോറൻറ്റിലെ സുർബിയാൻ റൈസിൻ്റെ രുചിവിശേഷങ്ങൾ അറിയാൻ നമുക്ക് ടോബി ജോൺസന്റെ കൂടെ കോട്ടയം മണിപ്പുഴയിൽ പോയി സുർബിയാനൊന്ന് കഴിച്ചു വരാം. രാത്രിയായാൽ കോട്ടയത്ത് എവിടെ പോയി ഭക്ഷണം കഴിക്കുമെന്ന് ഒരു കാലത്ത് ഒരുപാട് പേർ ചോദിച്ചതാണ്. എന്തായാലും നിരവധി ഹോട്ടലുകൾ ഇപ്പോൾ രാത്രിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഹോട്ടലിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നല്ല സുർബിയൻ മന്തി നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. എന്തായാലും ഈ മന്തി പ്രേമികൾക്ക് ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു വിഭവമാണ് ഈ സുർബിയൻ മന്തി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമുക്ക് അവിടേക്ക് പോകാം. ആ വ്യത്യസ്തമായ രുചി തേടി നമ്മൾ എത്തിയിരിക്കുന്നത് കോട്ടയം മണിപ്പുഴയിലാണ്. ഇവിടെ എത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഫർസി അറബിക് കഫേ എന്ന റെസ്റ്റോറൻറ്റ്. ഈ റെസ്റ്റോറൻറ്റിലാണ് ആ വ്യത്യസ്തമായ കുഴിമന്തി റൈസ് ലഭിക്കുന്നത്. എന്തായാലും ആ സുർബിയൻ റൈസിൻ്റെ രുചി നമുക്കൊന്ന് നേരിട്ടറിയാം. നമ്മളോടൊപ്പം ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ തന്നെയുണ്ട്. ഷബീറാണ് ഈ സ്ഥാപനം നടത്തുന്നത്. ഷബീർ, എന്താണ് ഈ സുർബിയൻ റൈസ്? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. നമ്മൾ സ്ഥിരം മന്തി റൈസ് കഴിച്ച് മടുത്തവർക്ക് വേണ്ടി നമ്മൾ സ്പെഷ്യലായി ഉണ്ടാക്കിയ ഒരു മന്തി പ്രൊഡക്റ്റാണ് സുർബിയൻ മന്തി റൈസ്. ആ ഒരു സോഫ്റ്റ് റൈസാണ്. വളരെ വലിയൊരു ക്രൗഡ് നമുക്ക് ഈ ഷോപ്പിലേക്ക് എത്തുന്നുണ്ട്. കഴിഞ്ഞ ഡിസംബർ 20-ാം തീയതിയാണ് നമ്മൾ ഫർസി അറബിക് കഫേയുടെ 4ാമത്തെ ഷോറൂം കൂടെ കോട്ടയത്ത് ഓപ്പൺ ചെയ്തത്. നമ്മൾ വിചാരിച്ചതിലും അപ്പുറത്തെ ഒരു സ്വീകാര്യത നമുക്ക് കോട്ടയത്ത് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ സുർബിയൻ റൈസ്? എവിടെ നിന്നാണ് അതിൻ്റെ ഒരു ഇതൊക്കെ വന്നിരിക്കുന്നത്? നമ്മൾ ചീഫ് കുക്കുണ്ട്, പിന്നെ സെയ്ദ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഒരു പ്രോഡക്റ്റാണ്. നമ്മൾ ഫസ്റ്റ് ഈ ഒരു മാർക്കറ്റിലേക്ക് കടന്നു വരുന്ന 2 കൊല്ലം മുമ്പ് കോതമംഗലത്താണ് ഫസ്റ്റ് ഷോപ്പിട്ടത്. അപ്പോൾ സ്ഥിരം ഈ മന്തി റൈസിൽ നിന്നും വ്യത്യസ്തമായി മന്തി ലവേഴ്സിന് ഒരു വെറൈറ്റി കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇങ്ങനെ ഒരു ഫുഡ് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഈ സുർബിയൻ റൈസിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഇവിടെ കഴിക്കാൻ വന്ന നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഉണ്ട്. അവരും കൂടി പറയും. എങ്ങനെയുണ്ട് മോനെ? കൊള്ളാം, വളരെ ടേസ്റ്റിയാണ്. ഫ്ലേവറൊക്കെ അടിപൊളിയാണ്. ഭക്ഷണം ഇവിടെ കോട്ടയത്തുള്ളതിലൊക്കെ ക്വാളിറ്റി നല്ലതാണ്, ചീപ്പറാണ്. അത് കഴിച്ച് നല്ല ടേസ്റ്റാണ്. അതിന് മറ്റേ റൈസിനേക്കാളും കുറച്ചുകൂടി ഇത് ബെറ്ററാണ്. റൈസ് നൈസാണ്. മറ്റേ നോർമൽ വെച്ച് നോക്കുന്നത് ഇത് നൈസാണ്, കുഴപ്പമില്ല. ചിക്കനും ബീഫും കഴിച്ചിട്ടുണ്ട്, രണ്ടും കൊള്ളാം, നൈസാണ്. നല്ല മന്തി, അടിപൊളി സാധനം. ഇത് നമുക്ക് മാത്രമുള്ള റൈസാണ്. അത് സുർബിയാൻ എന്ന് പറയും. അത് നമ്മുടെ ബസ്മതിയിലെ ഏറ്റവും കൂടിയ റൈസ് ഇട്ട് അടിക്കുന്നതാണ്. ദാവത്ത് എന്ന് പറഞ്ഞ റൈസ് ഇട്ട് അടിക്കുന്നതാണ്. സാധാരണ മന്തി റൈസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതാണ് നോർമൽ സെല്ല റൈസിലുള്ളത്. ഈ ബസ്മതി റൈസിൽ അടിച്ചെടുക്കുന്ന മന്തിയാണ്. ഒരു പ്രത്യേക ഫ്ലേവറൊക്കെ ചേർന്നിട്ടുള്ള ഇതിന് പ്രത്യേകം ഗ്രേവിയൊക്കെ ഉണ്ട്. സ്റ്റോക്ക് ഗ്രേവി, ബീഫിൻ്റെ സ്റ്റോക്ക് ഗ്രേവിയൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന സാധനമാണ്. സാധാരണ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മന്തിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സാധനമാണ് നമ്മൾ. അപ്പോൾ ഇപ്പോൾ ആ റൈസ് തീർന്നു പോയി കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ഈ റൈസും കൂടെ നമ്മുടെ എല്ലാ ഔട്ട്ലെറ്റിലും കിട്ടുന്ന. അത് തീർന്നു പോയി കഴിഞ്ഞാൽ അതിന് കുറേ സമയം എടുക്കും. ഇതിന് ഒരു ഏകദേശം 2 മണിക്കൂറിന് സമയം മതി എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് എപ്പോൾ നമുക്ക് അടിക്കും. ഇതിന് കൂടുതൽ പ്രയോഗമുണ്ട്. കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ അന്വേഷിച്ച് ചോദിച്ചു വരുന്നുണ്ട് ഈ സാധനം. ഇതില്ലെങ്കിൽ ഇറങ്ങി പോകുന്ന കസ്റ്റമർ വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകതയായിട്ട് വരുന്നത്. നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സുർബിയൻ റൈസ് തന്നെയാണ്.
അപ്പോൾ സുർബിയൻ റൈസിൻ്റെ കൂടത്ത് ഈ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ബീഫ് റിബ്സ് ഉണ്ട്, അതുപോലെ തന്നെ തവ ബീഫുണ്ട്, പിന്നെ നോർമലായിട്ടുള്ള മന്തി 2 ഉണ്ട്, ഹണി ചിക്കനും അതുപോലെ തന്നെ പെരി പെരി ചിക്കനും ഉണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ഇവിടെ, ഒരു കുനാഫയാണ്, അതും കൂടി നമുക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഒപ്പം തന്നെ 3 കുലുക്കി സർബത്തും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ടേസ്റ്റ് ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആ സുർബിയൻ റൈസ് ഒന്ന് പരീക്ഷിക്കാം. അപ്പോൾ സാധാരണ മന്തി കഴിക്കുന്ന പോലെയല്ല ഈ സുർബിയൻ റൈസ് കഴിക്കേണ്ടത്. അതിനൊരു ഒരു രീതി കൂടിയുണ്ട്. അതെന്താണെന്ന് നമ്മുടെ ഷെബീർ തന്നെ നമുക്ക് പറഞ്ഞുതരും. ഷെബീർ, എങ്ങനെയാണിത് കഴിക്കേണ്ടത്? നമ്മൾ ഈ ബീഫ് ഒരു 5 to 6 hours സ്ലോ കുക്ക് ചെയ്ത ബീഫാണ്. ആ ബീഫിനൊപ്പം തന്നെ നമ്മൾ ഒരു ബീഫിൻ്റെ ഒരു സ്റ്റോക്ക് ഉണ്ട്, നമ്മൾ പ്രത്യേകമായി തയ്യാറാക്കിയതാണ് സുർബിയൻ റൈസിന് വേണ്ടിയിട്ട്. ഈ സ്റ്റോക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യുക. റൈസിന് ഒന്നുകൂടെ ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്നത് ഈ ബീഫിൻ്റെ ഒരു സ്റ്റോക്കാണ്. അതും കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ മന്തി റൈസിനെക്കാളും വളരെ സോഫ്റ്റാണ്, ആളുകൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു റൈസാണ്. വേറെ എന്തൊക്കെ മന്തിയാണ് ഇവിടെ ഉള്ളത്? നിലവിൽ നോർമൽ മന്തിയും സുർബിയൻ മന്തിയാണ് നമ്മൾ കോട്ടയം ഷോപ്പ് തുടങ്ങിയപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനൊപ്പം അൽഫാമിൻ്റെ കുറേ വെറൈറ്റികളുണ്ട്. പെരി പെരി അൽഫാമുണ്ട്, കാന്താരി ഉണ്ട്, ഹണി നട്ട്സ് ഉണ്ട്, അങ്ങനെ കുറേ വെറൈറ്റികളുണ്ട്. പിന്നെ കുനാഫ് കഴിക്കാൻ കോട്ടയംകാർക്ക് കൊച്ചിയിൽ പോകണ്ട എന്നുള്ളതാണ് ഞങ്ങൾ ഫർസി തുടങ്ങിയതിലൂടെ ഇവിടെ കോട്ടയംകാർക്ക് ഒരു ഗിഫ്റ്റായി വെച്ചിരിക്കുന്നത്. പലരും ഇപ്പോൾ ഇവിടെ വന്ന് കഴിച്ച പല ആളുകളും പറയുന്നുണ്ട് ഈ കുനാഫ കഴിക്കുമ്പം ഭയങ്കര മധുരം ഫീൽ ചെയ്തൊരു മട്ടിപ്പ് തോന്നും. പക്ഷേ ഇത് വളരെ കറക്റ്റാണ്, ഷുഗർ കണ്ടന്റ് അല്ലെ, മധുരം വളരെ കൃത്യമായിട്ടാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഫർസിയിലെ സുർബിയൻ റൈസും ബീഫും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തായാലും വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ്ങും ഇവിടെയുണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സും ഒക്കെ ആയിട്ടും ഇവിടെ വന്നാൽ നമുക്ക് ആ സുർബിയൻ റൈസിൻ്റെ രുചി ആവോളം ആസ്വദിക്കാം. ക്യാമറ പേഴ്സൺ ആനന്ദുവിനൊപ്പം ടോബി ജോൺസൺ, 24. കമന്റ് ബോക്സിൽ ഓരോ പ്രേക്ഷകരും അവർക്ക് ഇഷ്ടപ്പെട്ട രുചി വിഭവങ്ങളെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ മന്തി കഴിക്കണം എന്നാഗ്രഹം തോന്നിയ ചില പ്രേക്ഷകരൊക്കെ ഉണ്ട്. ഈ സുർബിയാൻ റൈസ് വേറെ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. എൻ്റെ അറിവിലില്ല, ഒരുപക്ഷെ ഉണ്ടാവാം, എൻ്റെ അറിവിലില്ല എന്നുള്ളത് മാത്രമാണ്. ഈ അതിനൊപ്പം വിളമ്പിയ ബീഫ് റിബ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കണം എന്നാഗ്രഹം ഒരുപാട് പ്രേക്ഷകർ പറയുന്നുണ്ട്.